സ്വർഗ്ഗകവാടം തുറക്കൂ നാഥ, കാരുണ്യവായ്പോടെ നോക്കൂ, നിൻ വിളി കേട്ടങ്ങു വന്ന നിന്റെ ദാസനെ സന്നിധി ചേർക്കൂ. പ്രിയ സഹോദര, നീ ജ്ഞാനസ്നാന നിരുറബയിലൂടെ പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെട്ടു. ഈ തീർത്ഥജലത്തിലൂടെ കാരുണ്യവാനായ ദൈവം നിന്നെ എല്ലാ പാപക്കറകളിൽ നിന്ന് കഴുകി വെടിപ്പാക്കി സ്വർഗീയ ഭവനത്തിലേക്ക് ആനയിക്കുമാറാകട്ടെ. പ്രിയ സഹോദര, ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോൾ നീ ക്രിസ്തുവിനാൽ പ്രകാശിതനായി ജീവിതകാലം മുഴുവൻ പ്രകാശത്തിൻ്റെ മകനായി വളർന്നുകൊണ്ട് ഈ വെളിച്ചം നീ കാത്തുസൂക്ഷിച്ചു. ഇപ്പോൾ നിത്യഭവനത്തിലേക്കുള്ള നിന്റെ യാത്രയിൽ ക്രിസ്തുവാകുന്ന ഈ ദീപനാളം നിന്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാകട്ടെ. കർത്താവേ, ആഴത്തിൽ നിന്നുമിപ്പോൾ പ്രാർത്ഥനയായി കേഴുന്നു പാപിയാം ഞാൻ. കർത്താവേ, എൻ ശബ്ദം കേൾക്കണമേ, അൻപോടൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. കർത്താവ് നിങ്ങളോടുകൂടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങ് ഈ ലോകത്ത് നിന്ന് വിളിക്കുവാൻ തിരുവുള്ളമായ അങ്ങയുടെ ദാസൻ അലക്സാണ്ടറിന്റെ ആത്മാവിനെ ശാന്തിയും പ്രകാശവും നിറഞ്ഞ സ്വർഗ്ഗരാജ് സ്വീകരിച്ചു അങ്ങേ വിശുദ്ധ സമൂഹത്തിൽ ചേർക്കുവാൻ കൃപയുണ്ടാകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവനായ ദൈവമേ, കേഴുന്നവർക്ക് ആശ്വാസമരുളുന്ന അങ്ങ് അനന്തമായ സ്നേഹവായ്പോടെ ഞങ്ങളെ പരിരക്ഷിക്കുകയും മരണത്തിന്റെ ഇരുളിനെ ജീവന്റെ പുലരിയായി മാറ്റുകയും ചെയ്യുന്നുവല്ലോ. ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു തന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം സംഹരിക്കുകയും തിരുവുദ്ധാനത്താൽ ഞങ്ങൾക്ക് പുതുജീവൻ നൽകുകയും ചെയ്തു. ജീവിതയാത്ര അവസാനിക്കുമ്പോൾ കണ്ണീരെല്ലാം ഒപ്പിയെടുക്കുന്ന സ്വർഗരാജ്യത്ത് ഞങ്ങളെ ഈ സഹോദരനോട് ഒന്നു ചേരുന്നതിന് അർഹരാകത്തക്ക വിധം ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. അടയാളമായിരുന്നു മഹിമയേറിയ ഈ പദവി മലിനപ്പെടുത്താതെ സൂക്ഷിച്ച് നിത്യസൗഭാഗ്യത്തിന് അർഹയാകുക എന്നതിന്റെ അടയാളമായിരിക്കട്ടെ ഈ വെള്ളവസ്ത്രം.
പ്രിയ സഹോദര, ജ്ഞാനസ്നാനത്തിലൂടെ നീ ക്രിസ്തുവിനോടൊപ്പം മരിക്കുകയും ഉയർക്കുകയും ചെയ്തു. ജീവിതകാലം മുഴുവനും ഈ പെസഹാരഹസ്യത്തിൽ പങ്കുചേർന്നുകൊണ്ട് നീ ക്രിസ്തുവിനോടൊപ്പം ഈ ലോകത്ത് പിതാവിന്റെ പക്കലേക്ക് കടന്നു പോകുകയായിരുന്നു. ഇപ്പോൾ ഇതാ ഈ കടന്നുപോകൽ അഥവാ പെസഹാരഹസ്യം നിന്നിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ അടയാളമായിരിക്കട്ടെ മരണത്തിൻ്റെയും ഉയർപ്പിൻ്റെയും ചിഹ്നമായ ഈ കുരിശുരൂപം. പ്രിയ കുടുംബാംഗങ്ങളെ, ബന്ധുക്കളെ, നിങ്ങളുടെ സ്നേഹത്തിൻ്റെയും വിടച്ചൊലിൻ്റെയും പ്രതീകമായി പുഷ്പങ്ങൾ മൃതദേഹത്തിൽ ചാർത്തുക. നിങ്ങളോടൊപ്പം സ്വർഗത്തിലെ മാലാഖമാരും വിശുദ്ധരും സ്വർഗീയ പുഷ്പങ്ങൾ കൊണ്ട് ഇയാളെ അലങ്കരിക്കുമാറാകട്ടെ. എന്നിൽ നീ കാരുണ്യം തൂകണേ, നിന്മകാരുണ്യമോർത്തു ദയാനിധേ, എണ്ണമറ്റുള്ളതാ നിൻ കൃപവായ്പിനാൽ എന്നപരാധങ്ങളൊക്കെയും നീക്കണേ. തുടർന്നുള്ള നമ്മുടെ വാഹനങ്ങളുള്ളവര് അസൗകര്യത്തിലൂടെ നമുക്ക് വാഹനത്തിലേക്ക് പോകാം. നമ്മുടെ ചൊല്ലുന്ന അക്ഷരത്തിൻ്റെ ആത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദേവാലയത്തിലെ കർമ്മങ്ങൾ നടത്തുവാൻ വേണ്ടി മോർച്ചനും ബിഷപ്പ് വൈദികരൊക്കെ അവിടെയുണ്ട്. അപ്പം തന്നെ ഇന്നലെ ഇവരുടെ പിതാവ് വന്ന സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. നമുക്ക് ഈ ഭവനത്തോട് ഇവിടെ ചൊല്ലുന്ന ഈ സഹോദരനെ ദൈവകരങ്ങളിലെ
ചന്ദന, ചാരുത, ചന്ദനയുടെ ഹസ്ബൻഡ് തരുൺ സ്വർഗത്തിലേക്ക് യാത്രയായ ഈ അലക്സാണ്ടർ ഈ പള്ളിയെ സ്നേഹിച്ച് ദിവ്യബലിയിൽ സംബന്ധിച്ച് പ്രാർത്ഥിച്ച ഒരു വ്യക്തിയാണ്. പള്ളിയോടും സഭയോടും ഞങ്ങളോടൊക്കെ ഒത്തിരി സ്നേഹത്തിൽ ബന്ധപ്പെട്ടിരുന്നൊരു വ്യക്തിത്വമാണ്. അവസാനം ഈ ദേവാലയത്തിൽ വന്ന് ചേതനേറ്റ ഈ ശരീരം നമ്മൾ പ്രാർത്ഥനയോടുകൂടി എടുക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, ഈ സഹോദരൻ്റെ ആത്മാവിന് നിത്യവിശ്രാന്തി നൽകണമേ എന്ന്. സ്വർഗത്തിലിരുന്ന വിശുദ്ധരുടെ എല്ലാം മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. ഈ സഹോദരൻ്റെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപക്കറകളും കർത്താവെ അവിടുത്തെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദേവാലയത്തിലെ അന്തിമോപചാര കർമ്മത്തിലെ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രിയ സഹോദരരെ, ക്രിസ്ത്യമൃപ്രകാരം മൃതശരീരം സംസ്കരിക്കുന്ന നമുക്ക് സർവ്വജീവജാലങ്ങളുടെയും നിദാനമായ ദൈവത്തോട് ഭക്തിപൂർവം പ്രാർത്ഥിക്കാം. നാം ഇപ്പോൾ സംസ്കരിക്കുന്ന ഈ സഹോദരൻ്റെ നശ്വരമായ ശരീരം സർവശക്തനായ ദൈവം അനശ്വര മഹിമയോടെ ഉയർപ്പിച്ചു വിശുദ്ധരുടെ സമൂഹത്തിൽ ചേർത്തിരളട്ടെ. അവിടുന്ന് ഇയാളെ വിധിക്കുമ്പോൾ കരുണ കാണിച്ച് പാപങ്ങൾക്ക് പൊറുതിയും ശിക്ഷയിൽ നിന്ന് മോചനവും നൽകട്ടെ. നല്ല ഇടയനായ ക്രിസ്തുനാഥൻ ഇയാളെ പിതൃഭവനത്തിലേക്ക് നയിച്ച് സ്നേഹനിധിയായ പിതാവുമായി രഞ്ജിപ്പിക്കട്ടെ. അങ്ങനെ സ്വർഗരാജ്യത്ത് ക്രിസ്തുനാഥൻ്റെ സന്നിധിയിൽ എല്ലാ വിശുദ്ധരോടുമൊത്ത് നിത്യാനന്ദം അനുഭവിക്കുവാനുള്ള ഭാഗ്യം ഇയാൾക്ക് കൈവരികയും ചെയ്യുമാറാകട്ടെ.
കാരുണ്യവാനായ പിതാവേ, അങ്ങയുടെ തൃക്കരങ്ങളിൽ ഈ സഹോദരന്റെ ആത്മാവിനെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ക്രിസ്തുവിൽ മരണമടഞ്ഞ എല്ലാവരെയും പോലെ ഇയാളും അവസാന ദിവസം ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞങ്ങൾ ദൃഢമായി പ്രത്യാശിക്കുന്നു. അങ്ങയുടെ പൈതൃകമായ സ്നേഹത്തിൻ്റെയും ക്രിസ്തുവിൽ ഞങ്ങൾക്ക് വിശുദ്ധരുമായുള്ള സംസർഗത്തിൻ്റെയും അടയാളമായി ഈ ദാസനിൽ അങ്ങ് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവേ, അങ്ങയുടെ ദാസന് സ്വർഗകവാടം തുറന്നു കൊടുക്കണമേ. ഈ ലോകത്ത് ജീവിക്കുന്നവരായി ഞങ്ങൾ വിശ്വാസവചസ്സുകളിൽ പരസ്പരം ആശ്വാസം കണ്ടെത്തുവാൻ കൃപയരുളയണമേ. ഞങ്ങളും ഒരിക്കൽ സ്വർഗത്തെത്തിച്ചേർന്ന് വീണ്ടും ഈ സഹോദരനെ കാണുവാനും ക്രിസ്തുവിൽ നിത്യാനന്ദം അനുഭവിക്കുവാനും അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ഡോക്ടർ ജെൻസൺ പുത്തൻപേട്ടിൽ, ഒപ്പം തന്നെ ഇവിടെ സന്നിഹിതനായിരിക്കുന്ന ബഹുമാനപ്പെട്ട പോൾ പേഴ്സി അച്ഛൻ, ഇവർ രണ്ടുപേർക്കും ഈ കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദി അവസരത്തിൽ അറിയിക്കുകയാണ്. ഈ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ ഇവരോടൊപ്പമായിരിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥനയ്ക്കും അതോടൊപ്പം തന്നെ സ്നേഹ സന്ദേശത്തിനും നന്ദി പറയുന്നു. അപ്പോൾ ഇവിടെ ആയിരിക്കുന്ന എല്ലാ സന്യസ്തരെയും നന്ദിയോടെ ഈ കുടുംബത്തിൻ്റെ പേരിൽ ഓർക്കുകയാണ്. നിങ്ങളുടെ എവരുടെയും പ്രാർത്ഥനയ്ക്കും സാന്നിധ്യത്തിനും തികച്ചും തീർച്ചയായിട്ടും ഇവർക്ക് ആശ്വാസമാണ്. വ്യക്തികളും ഹോസ്പിറ്റലിൽ എത്തുകയും അതോടൊപ്പം തന്നെ ആ ഈ ദിവസങ്ങളിലെല്ലാം അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതിന് പ്രത്യേകമായിട്ട് ആ വാർഡിലുള്ള യൂണിറ്റിൻ്റെ ഭാരവാഹികൾക്കും അതോടൊപ്പം തന്നെ വാർഡിലെ അംഗങ്ങൾക്ക് എല്ലാവർക്കും ഈ അവസരത്തിൽ ഈ കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. ഒപ്പം തന്നെ നമ്മളിന്ന് ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം ബെസ്റ്റ് ഹിൽസ് സെമിത്തേരിയിലേക്ക് പോവുകയാണ്. അവിടെ വെച്ചാണ് അന്തിമോപചാര കർമ്മങ്ങളുടെ സമാപന പ്രാർത്ഥനകൾ നടക്കുന്നത്. ഒപ്പം തന്നെ ഈ പരേതിൻ്റെ 7ാം അനുസ്മരണ ദിനം വരുന്ന ചൊവ്വാഴ്ച 6:30 ഈ ദേവാലയത്തിൽ വെച്ചുള്ള വിശുദ്ധ കുർബാനയിൽ അർപ്പിക്കുന്നതായിരിക്കും. അതിനുശേഷം സെമിത്തേരിയിൽ ഓഫീസും ഒപ്പം ഭവന ബെഞ്ചരിപ്പും ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ സെമിത്തേരിയിലേക്കുള്ള ആ ഒരു അനുസ്മരണത്തിനായിട്ട് അന്തിമോപചാരത്തിനായിട്ട്
പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുക്രിസ്തുവേ, അങ്ങ് 3 ദിവസം കല്ലറയിൽ വിശ്രമിച്ചുകൊണ്ട് എല്ലാ വിശ്വാസികളുടെയും ശവകുടീരങ്ങൾ പവിത്രീകരിച്ചുവല്ലോ. അങ്ങനെ പരേതരുടെ ശരീരങ്ങൾ ഉള്ളടക്കം ചെയ്യുന്ന കുഴിമാടങ്ങൾ ഉയർപ്പിൻ്റെ പ്രത്യാശ അവർക്ക് നൽകുന്നു. ഉയർപ്പും ജീവനുമായ അങ്ങ് ഈ ദാസനെ മഹത്തോടെ ഉയർപ്പിക്കുന്നതുവരെ ഇയാളുടെ ശരീരം ഇവിടെ വിശ്രമം കൊള്ളുമാറാകട്ടെ. അങ്ങയുടെ ദിവ്യതേജസ്സിൽ പിതാവായ ദൈവത്തിന് തിരുമുഖം ദർശിക്കുവാൻ ഇയാളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളയണമേ. നമ്മുടെ ഈ സഹോദരൻ അലക്സാണ്ടറിനെ സർവശക്തനായ ദൈവം ഈ ജീവിതത്തിൽ നിന്നും തൻ്റെ പക്കലേക്ക് വിളിക്കുവാൻ തിരുമനസ്സായി. മണ്ണിൽ നിന്നെടുത്ത ശരീരത്തെ നാം ഇപ്പോൾ മണ്ണിൽ തന്നെ നിക്ഷേപിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ക്രിസ്തുനാഥൻ ആദ്യമായി ഉയർത്തെഴുന്നേറ്റു. എളിയവരായ നമ്മുടെയും ശരീരങ്ങളെ അവിടുന്ന് ഉയർപ്പിക്കുമെന്നും തൻ്റെ തേജോമയമായ ശരീരത്തോട് അനുരൂപപ്പെടുത്തുമെന്നും നാം വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ തൃക്കരങ്ങളിൽ ഈ സഹോദരനെ നമുക്ക് ഏൽപ്പിക്കാം. ഇയാൾക്ക് അവിടുന്ന് നിത്യശാന്തി നൽകുകയും അവസാന ദിവസം ഇയാളുടെ ശരീരത്തെ ഉയർപ്പിക്കുകയും ചെയ്യുമാറാകും. ജീവനും പുനരുദ്ധാനവും ഞാനാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും നിത്യമരണം പ്രാപിക്കുകയില്ല എന്നരുളി ചെയ്ത നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനോട് ഈ സഹോദരന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലാസറിന്റെ ശവകുടീരത്തിങ്കൽ കണ്ണീർ പൊഴിച്ച കർത്താവെ, ദുഃഖാർത്ഥരായ ഞങ്ങളുടെ കണ്ണുനീർ തുടച്ചു നീക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മരിച്ചവരെ ഉയർപ്പിച്ച കർത്താവെ, ഞങ്ങളുടെ ഈ സഹോദരന് നിത്യായുസ് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പശ്ചാത്തപിച്ചകളിനെ പരദീസ വാഗ്ദാനം ചെയ്ത കർത്താവെ, ഈ സഹോദരനെ സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് ആനയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് ജ്ഞാനസ്നാന ജലം കൊണ്ട് കഴുകുകയും വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുകയും ചെയ്ത ഈ സഹോദരനെ വിശുദ്ധരുടെയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെയും ഗണത്തിൽ ചേർക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ തിരുശരീരവും തിരുരക്തവും നൽകി പരിപോഷിപ്പിച്ച ഇയാളെ സ്വർഗീയ വിരുന്നിൽ പങ്കാളിയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഹോദരന്റെ വേർപാടിൽ ദുഃഖിതരായ ഞങ്ങൾക്ക് വിശ്വാസം ആശ്വാസം അരുളുകയും നിത്യജീവൻ പ്രത്യാശ ഉളവാക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കൊന്ന് ചേർന്ന് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുവുള്ളം നിറവേറ്റുന്നതിൽ സർവദാ ജാഗ്രത കാണിച്ച ഈ ദാസൻ ചെയ്തു പോയ തെറ്റുകൾ ദയാപൂർവം ക്ഷമിക്കണമേ. സത്യവിശ്വാസം വഴി ക്രിസ്തീയ സമൂഹത്തിൽ ഉൾപ്പെടുവാൻ ഭാഗ്യം ലഭിച്ച ഇയാളെ കാരുണ്യവാനായ അങ്ങ് മാലാഖമാരുടെ സമൂഹത്തിൽ ചേർത്തരുളയണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവെ, ഇയാൾ നിത്യവിശ്രാന്തി നൽകണമേ. മേൽ പ്രകാശിക്കുകയും ചെയ്യട്ടെ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അന്തിമ ചുംബനം കൊടുക്കാനുള്ളവർക്ക് അതിനുശേഷം സംസ്കാരകർമ്മങ്ങൾ നടത്തുക. നിത്യമാ പ്രകാശമേ നയിക്കുകയും